ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ജൂലൈ 6-ാം തീയതി റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ ഒരുക്ക ദിനങ്ങളിലെ 6-ാമത്തെ ദിവസം. ഇന്ന് മറ്റൊരു കൊച്ചു വിശുദ്ധയെ കൂടി നമ്മൾ ഓർക്കും, വിശുദ്ധ മരിയ ഗൊരേത്തി. റോസാ മിസ്റ്റിക്ക മാതാവ് പറഞ്ഞു, പ്രാർത്ഥിക്ക്, സഹിക്ക്, അനുദപിക്ക്. ഇത് മൂന്നും മരിയ ഗൊരേത്തിയുടെ അലക്സാണ്ട്രിയയുടെയും ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും. പാപിയായിട്ടുള്ള അലക്സാണ്ടറിനെ മാനസാന്തരപ്പെടുത്താൻ മരിയ ഗൊരേത്തി ശക്തമായി പ്രാർത്ഥിച്ചു. അതുപോലെ ആ പാപിയെ നേടിയെടുക്കാൻ ഒരുപാട് സഹിച്ചു. സ്വന്തം ജീവൻ പോലും കൊടുക്കേണ്ട വന്നു. ഇത് രണ്ടും ആത്മാർത്ഥതയോടെ കാഴ്ചവെച്ചപ്പോൾ യഥാർത്ഥ അനുതാപം നടന്നു. അലക്സാണ്ട്രിയയും വിശുദ്ധനായി. ഇങ്ങനെയിരിക്കും പ്രാർത്ഥന, സഹനം. ശരിയായ രീതിയിൽ അത് ഈശോയുടെ മുമ്പിൽ എത്തുകയാണെങ്കിൽ നമ്മൾ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവരും വിശുദ്ധരായിട്ട് മാറും. റോസാ മിസ്റ്റിക്ക മാതാവ് പ്രധാനമായും എന്തിനാണ് പ്രത്യക്ഷപ്പെട്ടതെന്ന് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ നിരന്തരം നമ്മൾ നോക്കിക്കാണുന്നുണ്ട്. അത് സന്യാസികൾക്കും സമർപ്പിതർക്കും അവരെ വിശുദ്ധിയിൽ നിലനിർത്തുന്നതിനും അവരോരോരുത്തരും ചെയ്യുന്ന പാപങ്ങളിൽ നിന്ന് വിടുതൽ കിട്ടുന്നതിനും അവർക്ക് വേണ്ടിയാണ് പ്രത്യേകമായിട്ട് അമ്മ ഇവിടെ വന്നിട്ടുള്ളത് എന്ന് പല പ്രാവശ്യം അമ്മ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും അമ്മ പറഞ്ഞു, ഈ വെള്ള റോസാ പുഷ്പങ്ങൾ ഓർക്കുമ്പോൾ സന്തോഷത്തിൻ്റെ രഹസ്യങ്ങളും, ചുമപ്പ് റോസാ പുഷ്പങ്ങൾ സോറോഫുൾ മിസ്റ്ററീസും, അതായത് ദുഃഖത്തിൻ്റെ രഹസ്യങ്ങളും, ഗോൾഡൻ റോസാ പുഷ്പങ്ങൾ ഗ്ലോറിയസ് മിസ്റ്ററീസും, മഹത്വത്തിൻ്റെ രഹസ്യങ്ങളുമാണ് റോസറിയിൽ. ഇത് മൂന്നും അന്ന് 3 ജപമാലയേ ഉണ്ടായിരുന്നുള്ളൂ, 153 മണി ജപം. ഇത് മൂന്നും ചൊല്ലുമ്പോൾ സാത്താൻ്റെ ഫേക്കായിട്ടുള്ള റോസാ പുഷ്പങ്ങൾ സാത്താനും എടുക്കും. ഇതുപോലെ ഈ മാതാവും ഈശോയും എന്ത് കാണിക്കുന്നു അതിൻ്റെ ഫേക്ക് അവനും എടുക്കും. അവനെ തകർക്കാൻ ഈ 153 മണി ജപം വളരെ വളരെ ഫലപ്രദമാണ് എന്ന് അമ്മ പറഞ്ഞു. അമ്മ പറയുകയാണ്, സാത്താൻ ഇന്ന് അവൻ്റെ ശിഷ്യരാക്കിയിട്ട് കുറേ പേരെ അവൻ ആക്കിയെടുത്ത് ദൈവത്തിനെതിരായി ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ അവൻ ഇടയന്മാരെ അടിച്ചുകൊണ്ടിരിക്കുക, ഇടയന്മാരെ സ്പ്ലിറ്റാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആടുകളൊക്കെ ഛിന്ന ഭിന്നമായി പോകുമെന്ന് അവനറിയാം. അതുകൊണ്ട് അവൻ്റെ നോട്ടം സമർപ്പിത മക്കളിലേക്കാണ്. ദൈവത്തിന് വേണ്ടി സ്വന്തം ജീവിതം മാറ്റിവെച്ചവരിലാണ് ഇപ്പോൾ സാത്താൻ പ്രവർത്തിക്കുന്നത്. കാരണം അവനറിയാം, അൽമായരേക്കാൾ ഈ പുരോഹിതരെയും സന്യാസിനികളെയും വീഴ്ത്തിക്കഴിഞ്ഞാൽ ഒരുപാട് ജനം യേശുവിൽ നിന്ന് അകലും. അവർ പറയും, കണ്ടോ, സമർപ്പിത വേഷം ഇട്ടിട്ട് ഇങ്ങനെയല്ലേ കാണിച്ചത്, അപ്പോൾ നമുക്കിനി ഈ പരിപാടി വേണ്ട, നമുക്ക് അടിച്ചുപൊളിച്ച് ജീവിക്കാം. അങ്ങനെ ഒരു സമർപ്പിതനെയോ സമർപ്പിതയെയോ പാപത്തിൽ വീഴ്ത്തിയാൽ അവന് ഒരുപാട് നേട്ടമാണ്. അതുകൊണ്ട് അവൻ സമർപ്പിതരുടെ പിന്നാലെയാണ് എന്നാണ് റോസാ മിസ്റ്റിക്ക മാതാവ് പറയുന്നത്. അത് മനസ്സിലാക്കിയിട്ട് വേണം അൽമായരായ നമ്മൾ ദൈവമക്കൾ ജപമാല സൈന്യം പ്രാർത്ഥിക്കേണ്ടത്. പരിശുദ്ധ അമ്മ പറയുകയാണ്, ഈ ഒരു ദുരവസ്ഥ, അപകടാവസ്ഥ മനസ്സിലാക്കിയിട്ടാണ് ദൈവമായ കർത്താവ് അവൻ്റെ അമ്മയെ തന്നെ ഇങ്ങോട്ട് റോസാ മിസ്റ്റിക്കയായിട്ട് വിട്ടത്. ഞാൻ നിങ്ങളിൽ കൃപ നിറച്ചു തരും. ഞാൻ പറയുന്ന കാര്യങ്ങൾ യഥാർത്ഥ അർത്ഥത്തിലെടുത്ത് അത് പരിശീലിക്കുകയാണെങ്കിൽ ഒരുപാട് സമർപ്പിതർ ഈശോ ആഗ്രഹിക്കുന്നത് പോലെ അവർ ആയിത്തീരുകയും ചെയ്യും. ഒരുപാട് മക്കൾ ഈശോയിലേക്ക് ആത്മാർത്ഥമായിട്ട്
അടുക്കുകയും ചെയ്യും. അതുകൊണ്ട് പരിശുദ്ധ അമ്മ പറഞ്ഞു, ആദ്യമേ തന്നെ റിന്യൂവൽ ഓഫ് പ്രീസ്റ്റ് ആൻഡ് റിലീജിയസ്, അതായത് ആട്ടിടയന്മാരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. 22 ജൂലൈ 1973 പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടവ പറഞ്ഞു, ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നു, ജനം എൻ്റെ വിളിക്ക് കാതോർത്ത് പ്രയർ, പെനൻസ്, അറ്റോൺമെൻറ്റ്, പ്രാർത്ഥന, പരിഹാരം, അനുതാപം, ഈ മൂന്നും കാതോർത്തുകൊണ്ട് നിങ്ങൾ ഇതുപോലെ ഞാൻ പറയുന്നത് പോലെ പ്രവർത്തിക്കുകയാണെങ്കിൽ, പ്രാർത്ഥിക്കുകയാണെങ്കിൽ, പരിഹാരം ചെയ്യുകയാണെങ്കിൽ, ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് അനുതപിച്ച് പശ്ചാത്തപിച്ച് പ്രായശ്ചിത്തം ചെയ്യാൻ തുടങ്ങിയാൽ ഇവിടെ മിറാക്കിൾ സംഭവിക്കും. ലോകം മുഴുവനും അത്ഭുതം സംഭവിക്കും. ആദ്യം തുടങ്ങുന്നത് നമ്മുടെ സഭയിലാണ്. നമ്മുടെ മക്കളൊക്കെ സത്യവിശ്വാസത്തിലേക്ക് തിരിച്ചു വരും. ഈശോയോടുള്ള സത്യമായ സ്നേഹത്തിലേക്ക് തിരിച്ചു വരും. അതുകൊണ്ട് പരിശുദ്ധ അമ്മ പറഞ്ഞു, എൻ്റെ മക്കളെ, എൻ്റെ ഈ വിളിക്ക് നിങ്ങൾ കാതോർക്കുവിൻ. പ്രിയ കൂട്ടുകാരെ, നമുക്ക് ഈ ഒരു ചിന്ത മനസ്സിൽ കൊണ്ടുവരാം. അമ്മയെ പറഞ്ഞയച്ചത് ഈശോയാണ്. ആ ഈശോ നമ്മുടെ കൂടെയുണ്ട്, എപ്പോഴും ഉണ്ട്. നമ്മൾ ഈശോനെ മറന്നിട്ടില്ലല്ലോ. ജോലി തിരക്ക് കൂടിയപ്പോൾ മറന്നുപോയോ നമ്മൾ? നമ്മുടെ കൂടെ ഈശോയുണ്ട്. ഐ ലവ് യു ജീസസ്, ഐ ലൈക്ക് യു, ഐ ലവ് യു എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നാൽ അത്ഭുതങ്ങൾ നടക്കും. ഈശോയ്ക്ക് ഒന്നേ ആവശ്യമുള്ളൂ, ജനം മുഴുവൻ ഈശോയെ സ്നേഹിക്കണം, പിതാ പുത്ര പവിത്രാത്മനെ സ്നേഹിക്കണം. അതുകൊണ്ട് ഗബ്രിയേലി ബോസസിനോട് ഈശോ പറഞ്ഞു, നീ എന്നെ സ്നേഹിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുക, നീ വേറെ ഒന്നിനും വേണ്ടി ജീവിക്കേണ്ട, എന്നെ സ്നേഹിക്കുക. ഈശോയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഈശോയ്ക്ക് വേണ്ടി സഹിക്കുക, ഈശോയുടെ ഇഷ്ടം നിറവേറ്റുക. ഈശോയുടെ ഇഷ്ടം എന്താണ്? ലോകം മുഴുവനുമുള്ള ഈശോയുടെ മക്കൾ പിതാവിലേക്ക് വരണം, അനുതപിക്കണം, പ്രാർത്ഥിക്കണം, ദൈവത്തോട് ഒന്നിച്ചായിരിക്കണം. ഒരാൾ പോലും നഷ്ടപ്പെടുന്നത് ഈശോയ്ക്ക് വേദനയാണ്. അതുകൊണ്ട് ഈശോ പറയും, നീ എന്നെ സ്നേഹിക്കുക, അപ്പം നിനക്ക് മനസ്സിലാകും ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന്. നീ ശരിക്കും എന്നെ സ്നേഹിക്കണ്ടെങ്കിൽ, സ്നേഹിക്കുന്ന ആളുകൾക്ക് എന്താണ് ഇഷ്ടമെന്ന് ഓർത്തിട്ട് നമ്മൾ അതൊക്കെ വാങ്ങി കൊടുക്കില്ലേ? എന്നിട്ട് ഈശോ ഗബ്രിയേലോട് പറഞ്ഞു, നീ എത്ര പാപം ചെയ്താലും എന്നോട് ക്ഷമിക്കണേ, ഞാനിനി അങ്ങനെ ചെയ്യില്ല എന്ന് എന്നോട് പറഞ്ഞാൽ മതി. യഥാർത്ഥത്തിൽ, അല്ലാതെ നാടകമായിട്ട് നീ പറയരുത്. നിൻ്റെ മനസ്സിൽ എന്നെ വേദനിപ്പിച്ചല്ലോ എന്നുള്ള ആ ഒരു വിഷമത്തോടു കൂടി നീ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ ഒക്കെ മറക്കും. അപ്പം തന്നെ സ്വർഗത്തിൽ വലിയ സന്തോഷം ഉണ്ടാവും. എല്ലാ പാപികളും ഇതൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്നാണ് ഈശോ ഗബ്രിയേലിയോട് പറഞ്ഞത്. അതുപോലെ കർത്താവ് പറഞ്ഞൊരു ദിവസം ഗബ്രിയേലിക്ക് എപ്പോഴും വിഷമങ്ങൾ വന്നപ്പോൾ, അതുപോലെ ഗബ്രിയേലിക്ക് പെട്ടെന്ന് ഈശോ ഉണ്ടോ ഇവിടെ, പോയോ? നമുക്കും അങ്ങനെ തന്നെയല്ലേ. ഒരു വിഷമം വന്നാൽ, ഒരു രോഗം വന്നാൽ, അയ്യോ എന്താ പ്രശ്നം, ആകെ പ്രശ്നം. ഈശോ പറയും, മോളെ, രാവിലെ മുതൽ രാത്രി വരെ ഞാൻ നിൻ്റെ കൂടെയുണ്ട്. നീ ചെയ്യുന്നതും പറയുന്നതും നിൻ്റെ ചിന്തകളിൽ വരുന്ന മാറ്റവും ഞാൻ കാണുന്നുണ്ട്. നീ എന്നെ സ്നേഹിക്കണം കേട്ടോ. ഇതാണ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്, നീ എന്നെ സ്നേഹിക്കണം, നീ എന്നെ മാത്രം സ്നേഹിക്കുക. അതിൻ്റെ അർത്ഥം ഈശോ സെൽഫിഷ് ആണെന്നല്ല. ഈശോയെ മാത്രം സ്നേഹിച്ചാൽ ലോകം മുഴുവനെയും സ്നേഹിക്കണം. ഒരു ദിവസം ഈശോ ഗബ്രിയേലോട് പറയുകയാണ്, നീ ഇന്ന് എൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചൊന്ന് ധ്യാനിക്കുക. ഞാൻ ഓർത്തു, ഈശോയുടെ സൗന്ദര്യത്തെക്കുറിച്ച് എങ്ങനെ ധ്യാനിക്കുക? അപ്പോൾ ഈശോ പറയാണ്, നീ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ആ കിഴക്ക് ഭാഗത്തേക്ക് നോക്കിയപ്പോൾ അവിടെ എങ്ങനെ കടും നിറങ്ങൾ നീ കണ്ടില്ലേ? മാല പോലെ, ചിലപ്പോൾ ചിലന്തി വലകൾ പോലെ. നീ എന്താ വിചാരിച്ചത്? നീ ആശ്ചര്യപരിതയായി നിന്നില്ലേ? എന്തൊരു നല്ല ആകാശം,
അത് വെറുതെ ഉണ്ടായതല്ല, ഞാനാണ് അത് നിനക്ക് കാണിച്ചു തന്നത്. എന്നിട്ട് പറഞ്ഞു, നീ ഇന്ന് നിൻ്റെ ചെറിമരത്തിലിരുന്ന് രാത്രി മുഴുവൻ ഒച്ച വെച്ച ചീവീടുകൾ സൂര്യൻ ഉദിച്ച ഉടനെ അവയുടെ സംഗീതം നിർത്തി. അപ്പോൾ നീ ഓർത്തോ ഇതെന്താ ഇങ്ങനെ തന്നെ സംഭവിക്കുകയാണെന്ന്? ഇതിങ്ങനെ തന്നെ സംഭവിച്ചതല്ല, ഞാനാണിതൊക്കെ പ്ലാൻ ചെയ്യുന്നത്. നിനക്ക് സന്തോഷമുള്ള കാര്യങ്ങളല്ലേ അത്. പ്രിയ സഹോദരങ്ങളെ, ഈശോ ഇങ്ങനെ എണ്ണി 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 കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ ഞാൻ ഓർത്തു, ദൈവമേ എത്ര വലിയ അതിശയമാണിത്. നമ്മളിത് ഓർക്കാറുണ്ടോ? ഇടയ്ക്കൊക്കെ വൈകുന്നേരങ്ങളിൽ ഉമ്മറത്ത് വന്നിരുന്ന് ആകാശം നോക്കുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, ദൈവമേ ഈ ആകാശത്തല്ലേ നീ വരിക കുരിശടയാളത്തോടു കൂടി? അപ്പോൾ ആകാശം നല്ല ഭംഗിയിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ പറയും, ശോ മാലാഖമാരെ പോലെയുണ്ട് ഈ മേഘങ്ങൾ. പക്ഷേ ഈശോയ്ക്ക് അതിന് ഞാൻ നന്ദി പറയാറില്ല. ഈശോയാണിങ്ങനെ കൊണ്ടുവരുന്നത് എന്ന ചിന്തയൊന്നും അപ്പോഴില്ല. ഇപ്പോൾ ഇത് വായിച്ചപ്പോൾ ഞാൻ ഓർക്കുകയാണ്, തമ്പുരാനെ എന്തുമാത്രം കാര്യങ്ങൾക്ക് ഞാൻ നന്ദി പറയാൻ കിടക്കണു. ഈശോ ചോദിക്കുക, നീ ആ നല്ല ഭംഗിയുള്ള ആകാശം കണ്ട് ആസ്വദിച്ചപ്പോൾ നീ എന്താ വിചാരിച്ച്? അത് ഞാനാണ് നിനക്ക് കാണിച്ചു തന്നത്. അങ്ങനെ നിൻ്റെ മനസ്സിനെ ഞാൻ സന്തോഷിപ്പിച്ചില്ലേ? പിന്നെ നീ ഒരു കാര്യം വേണമെന്ന് പറഞ്ഞപ്പോഴേക്കും ഇന്ന് കോളിംഗ് ബെല്ലടിച്ച ഒരാൾ കൊണ്ടുവന്നില്ലേ നിനക്ക് ഇഷ്ടപ്പെട്ടത്? അത് ഞാനാണ് കൊണ്ടുവന്ന് തന്നത്. ഞാനറിയാണ്ട് ഇതൊക്കെ സാധിക്കുമോ? അപ്പോൾ നീ എന്താ എന്നെ ഓർക്കാത്ത? നീ എന്താ എന്നെ സ്നേഹിക്കാത്ത? നീ എന്താ എനിക്ക് നന്ദി പറയാത്ത? നിൻ്റെ ഓരോ മിനിറ്റും ഓരോ ദുഃഖവും സന്തോഷവും ഞാനാണ് കൊണ്ടുവരുന്നതെന്ന് എന്താ നിനക്കറിയാത്ത? അങ്ങനെയാണെങ്കിൽ മോളെ, നീ ഏറെ ഇനിയും എന്നോട് അടുക്കാനുണ്ട്. കാരണം ഞാനാണ് സർവസ്വവും എന്ന് നീ മനസ്സിലാക്കണില്ല. ബുദ്ധിമുട്ടുകൾ വരുമ്പോഴേക്കും പതറിപ്പോയി, ഹോ ദൈവം കണ്ടില്ലേ? തമ്പുരാൻ കണ്ടു. നിൻ്റെ തമ്പുരാൻ നിൻ്റെ അടുത്തുണ്ട്. എവിടെയും പോകണ്ട, നിൻ്റെ കൂടെ നിൽക്കണ എന്നെ ഒന്ന് നോക്കിയാൽ മതി. ഈ ഈശോയാണ് പരിശുദ്ധ അമ്മയെ നമ്മുടെ അടുത്തേക്ക് വിട്ടത്. എന്നിട്ട് പറഞ്ഞു, പ്രാർത്ഥിക്ക്. മുണ്ടിക്കാരിലേക്ക് വിട്ടു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ സമർപ്പിത മക്കൾ എനിക്ക് വേദനയുണ്ടാക്കുമ്പോൾ അവരറിയുന്നില്ല അവർ സാത്താൻ്റെ പിടിയിലാണെന്ന്. അപ്പോൾ അവരെ രക്ഷിക്കാൻ എൻ്റെ മക്കളെ പ്രാർത്ഥിക്ക്, പരിഹാരം ചെയ്യേ. അപ്പോൾ അനുതാപം നടക്കും. നമുക്ക് നമ്മുടെ കൂടെ നിൽക്കുന്ന ഈശോയെ ഒന്നോർക്കാം. എപ്പോഴുണ്ട് നമ്മുടെ കൂടെ. ആ ഒരു ബോധ്യം നമുക്ക് കിട്ടാൻ ആദ്യം പ്രാർത്ഥിക്കാം. ഓരോ സന്തോഷങ്ങളും ഓരോ ദുഃഖങ്ങളും ഈശോയാണ് നമുക്ക് തരുന്നത്. നമ്മൾ പറയും, ഓ ഭാഗ്യം രക്ഷപ്പെട്ടു. അല്ല, ഭാഗ്യമല്ലത്, അത് ഈശോയാണ് രക്ഷപ്പെടുത്തിയത്. അതുപോലെ നമ്മളൊരു ദിവസം തുടങ്ങുമ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കും. അത് ക്രമപ്രകാരം ചെയ്ത് ആ ഒരു ദിവസം അവസാനിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ രക്ഷപ്പെട്ടു, ഇന്നത്തെ ഒരു കാര്യം നന്നായി. കർത്താവ് പറയുക, ഞാനാണത് ക്രമപ്പെടുത്തി തന്നത്. ഞാൻ നിൻ്റെ കൂടെ ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ കൂടെ നിന്ന് എന്നെ സ്നേഹിക്കോ എന്ന് പറയുന്ന ഈശോയോട് ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു എന്ന് പറയാം നമുക്ക്. അങ്ങനെ പറയുമ്പോൾ ലോകം മുഴുവനെയും ലവ് ചെയ്യേണ്ടി വരും. അതാണ് ഈശോയെ സ്നേഹിക്കുമ്പോഴുണ്ടാകുന്ന ഒരു വലിയ ഒരു തുറവി. അതാണ് നമ്മൾ ഒരു മല കണ്ട് അവിടെ ഒരു ചെറിയൊരു പഴുത് കണ്ട്, ആഹാ ഇതെന്തിനും നല്ല സംഭവം, മലയുടെ അവിടെ ഇങ്ങനെ തുരന്ന് നമുക്കിരിക്കാം. അങ്ങനെ സുഖമായിട്ട് നമ്മൾ ആ പഴുതിലേക്ക് കടക്കുമ്പോഴാണ് അതിൻ്റെ ഉൾഭാഗം മുഴുവൻ വിശാലമായിട്ടാണ് കിടക്കണേ. അപ്പോൾ അവിടേക്കും പോകണം. അതുപോലെ ഈശോയുടെ ഹൃദയത്തിൽ നോക്കിയിട്ട് ലവ് യു എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും, ഈശോയുടെ ഹൃദയത്തിൽ നമുക്കണ്ട് കയറി പറ്റാം. അവിടെ കയറി പറ്റുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഈ ലോകം മുഴുവനെയും നമ്മൾ സ്നേഹിക്കണം. നമ്മളെ ദ്രോഹിച്ചവരെയും നമ്മളെ സ്നേഹിച്ചവരെയും ഒക്കെ നമ്മൾ സ്നേഹിക്കണം. അതാണ് ഈശോ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞത്, എന്നെ സ്നേഹിക്കൂ. അതിൻ്റെ അർത്ഥം നീ എല്ലാവരെയും സ്നേഹിക്കൂ, നീ ലോകത്തെ മുഴുവൻ സ്നേഹിക്കൂ, നീ ലോകത്തിന് വേണ്ടി മുഴുവൻ പാടുപീടുകൾ സഹിക്കൂ, നീ അവരെനിക്ക് നേടിത്തരുമോ. എല്ലാവരും എന്നെ സ്നേഹിക്കാൻ മാത്രം നീ അവരെ രൂപപ്പെടുത്തിയെടുക്കാൻ അവർക്ക് വേണ്ടി സഹിച്ച് പ്രാർത്ഥിക്കുമോ. ഇതിനു വേണ്ടിയാണ് പരിശുദ്ധ അമ്മയെ
റോസാ മിസ്റ്റിക്ക മാതാവായിട്ട് വിട്ടത്. ഓരോ സ്ഥലങ്ങളിലും ഓരോ പ്രത്യേക കാര്യം പറഞ്ഞിട്ടാണ് അമ്മയെ വിടുന്നത്. എല്ലാത്തിൻ്റെയും ഉള്ളടക്കം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പ്രാർത്ഥിക്കുമോ, നിങ്ങൾ സഹിക്കുമോ, എന്നിട്ട് എനിക്ക് എൻ്റെ മക്കളെ നേടിത്തരുമോ? നമുക്ക് ഈശോയുടെ ഈ വിളിക്ക് കാതോർക്കാം. റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ വിളിക്ക് നമുക്ക് കാതോർക്കാം. പ്രാർത്ഥിക്കാം അമ്മേ, പരിഹാരം ചെയ്യാം അമ്മേ. അത് വേറെ പരിഹാരമൊന്നുമല്ല, അനുദിന ജീവിതത്തിൽ കുരിശുകൾ സഹിക്കുക. നമുക്കതിന് ശ്രമിക്കാം. പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കും. പരിശുദ്ധ റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ നൊവേന ചൊല്ലാം, രക്തക്കണ്ണുനീർ ജപമാല ചൊല്ലാം. അമ്മയുടെ അതുപോലെ എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥന ഒരു പ്രത്യേക സന്ദേശപ്രകാരം നമുക്ക് ചൊല്ലാം. ആത്മാക്കളുടെ പാപങ്ങൾക്ക്, ലോകം മുഴുവനുമുള്ള പാപികളുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട്, പ്രത്യേകിച്ച് സമർപ്പിത മക്കളുടെ പാപങ്ങൾക്ക് പരിഹാരമായും അവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതിനും നമുക്ക് ഈ സഹനങ്ങൾ കാഴ്ചവെക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.